എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇറാനിപ്പോള ഞാൻ ബീഫ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇതൊക്കെ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യത്തെ കുറച്ച് ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത്. നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല മുളക് പൊടി കുറച്ച്, മല്ലിപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ടി. നമ്മളിപ്പം എന്തോരം മസാല നമുക്ക് വേണം അതനുസരിച്ച് ഈ പൊടികളുടെയൊക്കെ അളവിൽ കൂട്ടലും കുറയ്ക്കലൊക്കെ വരാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ബീഫ് എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ കുക്കറി വേവിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണിത്. ഇതും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അല്ലാതെ നമുക്കത് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ടാലും മതി. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല എന്നേ ഉള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ ചെറു തീയിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഒരു മിക്സിങ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് ഇനി അടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഏത് അളവിനാണ് എടുക്കുന്നത് ആ സെയിം അളവിന് തന്നെ നമ്മൾ പാലും എടുക്കണം. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കപ്പിൻ്റെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്പൂണും വെച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇതിൻ്റെ ഒരു മിക്സിങ് റെഡി ആയി കിട്ടേണ്ടത്. നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കേക്കിൻ്റെ ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിങ്ങിൻ്റെ കൃത്യം പകുതി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, ഗ്യാസിലാണ്. ഒരു ചരുവത്തിൽ അതിൻ്റെ മുകളിൽ ഒരു തിരികെ വെച്ചിട്ടുണ്ട്. ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ ഇതൊന്ന് ചൂടാക്കി ആ തിരികയുടെ മുകളിലായിട്ടാണ് ടിന്ന് വെച്ചേക്കുന്നത്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ ചെറു തീയിലിട്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല കൂടി ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ മസാല ഇടുമ്പം അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊന്നും അത് വീഴാത്ത രീതിയിൽ വേണം ഇടാനും വേണ്ടി.
മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മിക്സിങ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതുപോലെ തന്നെ മല്ലിയില, തക്കാളിക്ക റൗണ്ടിൽ ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി വന്ന മസാല വേണമെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇത് ഇട്ടതിന് ശേഷമാണ് ബീഫിൻ്റെ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടെയൊക്കെ ഭംഗി വരണം എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ പല കളറുകളുണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഫിൻ്റെ മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏതാണ്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടായ ദോശക്കല്ലിൽ എണ്ണയൊക്കെ തടവി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലെ ബട്ടർ പേപ്പർ കൂടെ നമുക്ക് ഇതിന് എടുത്ത് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഇറാനി പോളയാണ്. നല്ല സ്പോഞ്ച് പോലിരിക്കും പുറവശമൊക്കെ. ഒരു 3 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെയൊക്കെ ഭംഗി വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ക്യാപ്സിക്കത്തിൻ്റെ പല കളറ് റൗണ്ടിൽ കട്ട് ചെയ്തോ അതിൻ്റെ കൂടെ ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനും വേണ്ടി. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.